എന്താണ് കേട്ടിട്ട് വലിയ ബേജാറുണ്ട്, പക്ഷെ എനിക്ക് ബേജാറെന്ന് തോന്നുന്നില്ല. അതെന്തായാലും വിജയിക്കുന്നതിന് ഞാൻ അറിയുന്നവരും അറിയാത്തവരും ഒക്കെ ഒന്ന് ആഞ്ഞു പിടിച്ച ഇബ്ലീസ് തലേ കയറും. അത് നിനക്കെന്നെ എടുത്താൽ പോരെ എന്ന് ചോദിക്കും. അതാണ് അപ്പോൾ നന്മ വരുമ്പോൾ പെട്ടെന്ന് ഖൈറുൽ ഉമൂരി അജലുഹു എന്നാ പറയാം. ഏറ്റവും നല്ല നന്മകൾ പെട്ടെന്ന് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് വിഷയത്തിലേക്ക് നിങ്ങളൊക്കെ ശ്രദ്ധയുണ്ടാവണമെന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ഇംറാനു ബൈത്തുൽ മുഖദ്ദസ്, ബൈത്തുൽ മുഖദ്ദസിന്റെ പരിപാലനം, ബൈത്തുൽ മുഖദ്ദസ് മുസ്ലിമീങ്ങളുടെ അധികാരത്തിലേക്ക് വരുന്ന ഒരു കാലഘട്ടം ഇതുവരെ വന്നിട്ടില്ല. ഉമർ തങ്ങളുടെ കാലത്ത് കുറച്ചു നേരം കിട്ടി, പിന്നെ തിരിച്ചുപോയി. അതിനുശേഷം സലാഹുദ്ദീൻ അയ്യൂബിയുടെ, നൂറുദ്ദീൻ സംഘിയുടെ കാലത്തിന് ശേഷം സലാഹുദ്ദീൻ അയ്യൂബി അത് മുസ്ലിമീങ്ങൾക്ക് തിരിച്ചു പിടിച്ചു, വീണ്ടും നഷ്ടമായി, ഇപ്പോഴും നഷ്ടമായിരിക്കുകയാണ്. ഇംറാനു ബൈത്തുൽ മുഖദ്ദസ്, ബൈത്തുൽ മുഖദ്ദസ് മുസ്ലിമീങ്ങളുടെ കയ്യിലേക്ക് തിരിച്ചു വരുന്ന ഒരു കാലം. ഖറാബു യസ്രിബ്, അന്ന് മദീനയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മദീന അന്ന് നാശമാവും അത്രേ. മദീനയിൽ അന്ന് പ്രശ്നങ്ങൾ ഉണ്ടാവും. ബൈത്തുൽ മുഖദ്ദസിന്റെ പ്രശ്നം തീർന്നാൽ, നമ്മുടെ ഫലസ്തീൻ ഇഷ്യൂ എന്നൊക്കെ പറയില്ലേ, ലോക മുസ്ലിമീങ്ങൾ ഹറമിലെ ഇമാമുമാർ നിരന്തരം ദുആ ചെയ്തുകൊണ്ടിരിക്കുന്ന ഫലസ്തീൻ വിഷയം, നമ്മളത് പലതും പറയും. ചിലരൊക്കെ പറയും ഫലസ്തീനയുടെ സ്വഭാവം കണ്ട അവരുടെ നാട്ടിൽ അത് ഉണ്ടാവും എന്നൊക്കെ പറയും. ഞാനൊന്ന് പറഞ്ഞേക്കണ്ട, അള്ളാഹുവിന്റെ ചില തീരുമാനങ്ങളാണ്. അർളു ഷാം, ഇതൊക്കെ ഷാം എന്ന് പറഞ്ഞ പ്രദേശമാണ്. ഫസാദു ഷാമി ഫസാദു ദുനിയ, ഷാമിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ലോക രാജ്യങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ കാരണമാവും എന്ന് നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഷാം എന്ന് പറഞ്ഞാൽ സിറിയ, ജോർഡാൻ, ലബനാൻ, ഫലസ്തീൻ, ഈ രാജ്യങ്ങൾ കൂടുന്ന പ്രദേശമാണ് നബി തങ്ങൾ പറയുന്ന ഷാം. അവിടെ പ്രശ്നമുണ്ടോ, അത് ലോക പ്രശ്നങ്ങൾക്ക് കാരണമാണ്. അത് ആഗോള ഗ്ലോബൽ ഇഷ്യൂസ് അതിന്റെ പിന്നിൽ ഉണ്ടാകുമെന്നാണ്. നമ്മളിപ്പോ കരണ്ട്, അതിന്റെ രാഷ്ട്രീയ നീക്കുപോക്കുകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് നബി തങ്ങൾ പറയാൻ, ഇംറാനു ബൈത്തുൽ മുഖദ്ദസ് ഖറാബു യസ്രിബ്, ബൈത്തുൽ മുഖദ്ദസിന്റെ പരിപാലനം മുസ്ലിമീങ്ങളുടെ കയ്യിലേക്ക് വരുന്നത്, ബൈത്തുൽ മുഖദ്ദസ് മുസ്ലിമീങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നത്, ബൈത്തുൽ മുഖദ്ദസിന്റെ പരിപാലനം മുസ്ലിമീങ്ങൾ ഏറ്റെടുക്കുന്നത്, ആ പരിശുദ്ധമായ പള്ളി, നബി തങ്ങളുടെ മിഅ്റാജ് നടന്ന പള്ളി എവിടെയാണ്? മിഅ്റാജിന് ബുറാക്കിന് കെട്ടിയിട്ട പാറയുടെ അടയാളം ഇപ്പോഴും അവിടെ കാണാൻ കഴിയും. വലിയൊരു അത്ഭുതമുള്ള പ്രദേശമാണ്. ബുറാക്കിന് കെട്ടിയിട്ട സ്ഥലേ ഇപ്പോഴവിടെ ഉണ്ട്. നബിതങ്ങൾ നിസ്കരിച്ച സ്ഥലം അവിടെയുണ്ട്. മസ്ജിദുൽ അഖ്സായുടെ തൊട്ടുമുറ്റത്തുള്ള ആ ഒരു ഡോം ഓഫ് റോക്ക്, ഖുബ്ബത്തു സഖ്റ എന്ന് പറയുന്ന പള്ളി, അതിന്റെ ഉള്ളിൽ, അതിന്റെ പാറയിൽ നബി നിസ്കരിച്ച സ്ഥലമുണ്ട്. എല്ലാം കിടക്കാൻ പുണ്യമായ സ്ഥലം. അവിടം ശരിയായാൽ മദീന പ്രശ്നമാവും. ഖറാബു യസ്രിബ, അത് മദീനയുടെ പ്രശ്നങ്ങൾക്ക് കാരണമാകും. വഖറാബു യസ്രിബ ഖുറൂജുൽ മൽഹമ, മദീനയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്, രക്തച്ചൊരിച്ചിലുകൾ ഉണ്ടാകുന്ന വലിയ യുദ്ധങ്ങളുടെ കാരണമാണ്. വഖുറൂജുൽ മൽഹമ, അങ്ങനെ ഒരു വലിയ രക്തച്ചൊരിച്ചിലുകൾ ഉണ്ടാകുന്ന, യുദ്ധങ്ങൾ ഉണ്ടാകുന്നത് ഫത്ഹുൽ ഖുസ്തൻത്വീനിയ, കോൺസ്റ്റാന്റിനോപ്പിളിന്റെ വിജയത്തിന് കാരണമാണ്. വഫത്ഹുൽ ഖുസ്തൻത്വീനിയ, കോൺസ്റ്റാന്റിനോപ്പിളിന്റെ വിജയം. ഖുറൂജുദ് ദജ്ജാൽ, ദജ്ജാൽ വരാനുള്ള കാരണം അതായിരിക്കുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് കോൺസ്റ്റാന്റിനോപ്പിളിനെതിരിൽ ഒരു യുദ്ധമുണ്ട് ഇമാം മഹ്ദിയുടെ കാലത്ത്. വിശദമായിട്ട് വഴിയെ പറയുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. മറ്റൊരു ഹദീസിൽ നബി തങ്ങൾ പറയുന്നു, ലാ തഖൂമുസ്സാഅ, അന്ത്യനാൾ സംഭവിക്കുന്നതിന്റെ മുമ്പ് നിങ്ങൾക്ക് കാണാം, ഹത്താ യുഖാതിലൽ മുസ്ലിമൂനൽ യഹൂദ്, മുസ്ലിമീങ്ങളും ജൂതന്മാരും തമ്മിൽ പ്രശ്നമുണ്ടാവും, യുദ്ധമുണ്ടാവും. ഫയഖ്തുലുഹുമുൽ മുസ്ലിമൂൻ, മുസ്ലിമീങ്ങൾ അവരെ വകവരുത്തും. ഹത്താ യഖ്തബിഅൽ യഹൂദു വറാഅൽ ഹജ്രി വശജർ, അങ്ങനെ ജൂതന്മാർ ചെടികളുടെയും വൃക്ഷങ്ങളുടെയും കല്ലുകളുടെയും പിന്നിൽ പോയി മറഞ്ഞിരിക്കും. ഫയഖൂലുൽ ഹജറു വശജർ, കല്ലും വൃക്ഷവും സംസാരിക്കും. യാ മുസ്ലിമു, ഏ മുസ്ലിമേ, യാ അബ്ദല്ലാഹ്, അല്ലാഹുവിന്റെ ദാസനെ, ഹാദാ യഹൂദിയുൻ ഖൽഫി, ദാ ഒരു ജൂതനോട് വിളിച്ചിരിക്കുന്നുണ്ട്, തആല ഫഖ്തുൽഹു, നീ വന്നവനെ വകവരുത്തുക എന്ന് എല്ലാ വൃക്ഷങ്ങളും വിളിച്ചു പറയും. ഇല്ലൽ ഗർഖദ്, ഗർഖദ് എന്ന് പറയുന്നൊരു വൃക്ഷം, ഓർക്കിഡ് എന്നല്ല, അത് ഗർഖദ് തന്നെയാണ്. ഗർഖദ് എന്ന് പറയുന്നൊരു വൃക്ഷം ഒഴികെ, ഫഇന്നഹു മിൻ ഷജറിൽ യഹൂദ്, അത് ജൂതന്മാരുടെ വൃക്ഷമാണെന്ന് ഹബീബുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫലസ്തീനിൽ ടൂർ പോയാൽ, ഈ ഇസ്രായേലിന്റെ ഭാഗങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഗൈഡുമാരോടൊന്ന് ചോദിച്ചു നോക്കുക, ഈ ഗർഖദ് വൃക്ഷം എവിടെയാണെന്ന്. അവർ ഞങ്ങൾക്ക് കാണിച്ചു തന്നു അതിന്റെ സാമ്പിള്. അപ്പൊ മില്യൺ കണക്കിന് ഗർഖദ് വൃക്ഷങ്ങൾ ഇന്നവിടെ നട്ടുപിടിപ്പിച്ചിരിക്കുകയാണ്, മില്യൺ കണക്കിന്. എന്തായാലും അത്ഭുതം എന്നറിയോ, അവർക്കറിയാം നമ്മുടെ നബി പറഞ്ഞത് സത്യമാണെന്ന്.
ഗർഖദ് വൃക്ഷമേ അവരെ സഹായിക്കാനുണ്ടാകൂ എന്ന് ഇന്നത്തെ ജൂതന്മാർ ടെൽ അവീവ് എന്ന് പറയുന്ന ഇസ്രയേലിന്റെ തലസ്ഥാന നഗരിയിൽ ആ ഭാഗങ്ങളിൽ ഇസ്രയേലിന്റെ ക്യാപിറ്റൽ അല്ലേ ടെൽ അവീവ് ആണോ? ധാരാളം ഗർഖദുകൾ അവർ നട്ട്. റോഡ് സൈഡ് മൊത്തം ഗർഖദിന്റെ ആയിരക്കണക്കിന് പ്ലാന്റുകൾ. ഇസ്രയേലിന്റെ മാപ്പ് എടുത്താൽ ഇസ്രയേലിന്റെ അതിന്റെ ഒരു ജിയോളജിക്കൽ മാപ്പ് എടുത്തു കഴിഞ്ഞാൽ മൊത്തത്തിൽ അവർ ഏരിയയാക്കി തിരിക്കും. മൗണ്ടൻസ് ഉള്ള ഭാഗം, പുഴയുള്ള ഭാഗം, കൃഷിയുള്ള ഭാഗം, ഗർഖദ് വൃക്ഷങ്ങളുള്ള ഭാഗം, പ്രത്യേകം വലിയൊരു ഏരിയ ഇന്ന് കാണാൻ കഴിയും നമുക്ക്. യാത്ര പോകുമ്പോൾ കാറ്റലോഗ് കിട്ടുമ്പോൾ നോക്കിയാൽ മതി, മാപ്പ്, ഇസ്രായേലിന്റെ മാപ്പ് കിട്ടുമ്പോൾ അതിൽ കാണും ഗർഖദ് വൃക്ഷം നട്ടുപിടിപ്പിച്ച ഭാഗം. ഇംഗ്ലീഷിൽ ഒരു മാർക്ക് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ഏരിയ. ഖുർആൻ അവരെ പറ്റി പറഞ്ഞെന്താണെന്നറിയോ? അല്ലദീന ആതൈനാഹുമുൽ കിതാബ يعرفونه كما يعرفون أبناءهم وإن فريقا منهم ليكتمون الحق وهم يعلمون. നാം വേദം നൽകിയ ആളുകൾ, ജൂതന്മാരും ക്രിസ്ത്യാനികളും, യഅരിഫൂനഹു, ആ നബിയെ അവർക്കറിയാം, കമാ യഅരിഫൂന അബ്നാഅഹും, അവരുടെ സ്വന്തം മക്കളെ അവർ തിരിച്ചറിയുന്ന പോലെ എന്റെ റസൂൽ തന്നെയാണെന്ന് വേദം നൽകപ്പെട്ടവർക്കറിയാം. വഇന്ന ഫരീഖൻ മിൻഹും, അവരിൽ ഒരു വിഭാഗം ആളുകൾ യക്തുമൂനൽ ഹഖ, സത്യം മൂടിവെക്കുകയാണ്. വഹും യഅലമൂൻ, അവർക്കതറിയാം. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറ 146. അവർക്കറിയാം മൂടിവെക്കാൻ. എന്റെ നബിയെ സ്വന്തം മക്കളെ ഇതിന്റെ മോനാന്നറിയുന്ന പോലെ അവർക്ക് എന്റെ നബി എന്റെ റസൂലാണെന്ന് മുഹമ്മദ് നബിയെ പറ്റി അവർക്കറിയാം. വേദം നൽകപ്പെട്ടവർക്ക് എന്റെ നബിയെ പറ്റി ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അവർക്ക്. പക്ഷേ ആ നബി വന്നപ്പോൾ അവർ ഒളിച്ചു പിടിക്കാൻ മറച്ചു വെക്കുകയാണ്. അതുകൊണ്ട് ആ ഒരു സമയം രക്ഷപ്പെടാൻ വേണ്ടി ജൂതന്മാർ ഒരുപാട് വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് മാത്രമേ വിളിച്ചു പറയാതിരിക്കുള്ളൂ, അത് ജൂതന്മാരുടെ മരമാണെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് മാത്രം വിളിച്ചു പറയൂല. ബാക്കി എല്ലാ മരങ്ങളും, ഈ ഇമാം മഹദി തങ്ങളുടെ കാലഘട്ടത്തിന്റെ ഒരു അവസ്ഥ പറയുന്നത് ഇന്നത്തെ മോഡേൺ വെപ്പൺസ് ഉപയോഗിക്കാൻ കഴിയില്ല. എന്താണ് അതിന്റെ കാരണം നമുക്കറിയില്ല. കാരണം ഹദീസിൽ വന്നത് മുഴുവനും പുരാതന കാലഘട്ടത്തിലെ ആയുധങ്ങളെ സംബന്ധിച്ചാണ്. അതിനെ സംബന്ധിച്ച് ഉലമാ പഠനം നടത്തിയിട്ടുണ്ട്. എന്തെങ്കിലും ഒരു വേൾഡ് വാർ ഉണ്ടാവുകയോ, ഒരു ആറ്റമിക് അറ്റാക്ക് ഉണ്ടാവുകയോ, ഒരു ന്യൂക്ലിയർ വാർ ഉണ്ടാവുകയോ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ടാങ്കുകളോ സാറ്റലൈറ്റ് സംവിധാനങ്ങളോ വാർ പ്ലെയിനുകളോ പോലും പറപ്പിക്കാൻ കഴിയാത്ത വിധം യുദ്ധങ്ങൾ പഴയ കാലങ്ങളിലേക്ക് തിരിച്ചു പോകുമെന്നാണ്. പഴയകാല ആയുധങ്ങൾ ഉപയോഗിക്കേണ്ട കാലം വരും. റൈഫിളുകളല്ല, അല്ലെങ്കിൽ സാറ്റലൈറ്റ് സംവിധാനങ്ങളാൽ, റഡാർ സംവിധാനങ്ങളാൽ കൺട്രോൾ ചെയ്യപ്പെടുന്ന വാർ പ്ലെയിനുകളോ അല്ലെങ്കിൽ യുദ്ധക്കപ്പലുകളോ ഒന്നും അന്ന് വർക്ക് ചെയ്യൂല. സുബ്ഹാനല്ലാഹ്. അന്ന് ഈ വൃക്ഷങ്ങൾ വിളിച്ചു പറയും. വൃക്ഷങ്ങൾ വിളിച്ചു പറയുന്നു പറയുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടരുത്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക്, ഹബീബിന്റെ മുമ്പിലേക്ക് വന്നു. ജാഅ റജുലുൻ യഹൂദിയുൻ ഇലൻ നബി, ഒരു ജൂതൻ അല്ലാഹുവിന്റെ റസൂലിന്റെ അരികത്തേക്ക് വന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സാന്ദർഭികമായി ഒന്നുകൂടെ നമ്മുടെ വളണ്ടിയർമാർ റോഡ് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു വാഹനവും എന്ത് ചെയ്യരുത്, ബ്ലോക്ക് ആവരുത്. ദൂരയാത്രങ്ങളിൽ കിലോമീറ്ററുകളോളം പോവേണ്ട യാത്രക്കാർ ഈ റോഡിലൂടെ കടന്നു പോകുന്നുണ്ട്. എന്ത് ചെയ്യുക, റോഡ് എല്ലാവരും മാറിക്കൊടുക്കണം. റോഡിലേക്ക് ഇമാത്തത്തുൽ അദ അനി ത്വരീഖ് സ്വദഖ, റോഡിൽ നിന്ന് മാറി നിന്ന് കൊടുത്താൽ സ്വദഖയുടെ കൂലി കിട്ടുന്നതാണ്. റോഡ് ആളുകൾക്ക് തടസ്സമില്ലാതാക്കി കൊടുത്താൽ സ്വദഖ ചെയ്ത കൂലി കിട്ടും ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് വഴി തടസ്സം ഒരിക്കലും ഉണ്ടാവരുത്. ഒന്നുകൂടെ പറയാണ്, ജാഅ റജുലുൻ യഹൂദിയുൻ ഇലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു ജൂതൻ അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് വന്നു. അദ്ദേഹം വന്നത് നബിയോടൊരു കാര്യം പറയാനാ. നബിയെ, ഒരു ചെന്നായ എന്റെ ഒരു ആടിനെ പിടിക്കാൻ വേണ്ടി വന്നു. ഞാൻ ആടിൻ പച്ചത്തെ മേയ്ക്കുന്ന ആളാണ്. ചെന്നായ വന്നപ്പോ ഞാൻ ഓടിച്ചെന്ന് എന്റെ ആടിൻകുട്ടിയെ രക്ഷപ്പെടുത്തിയപ്പോ ആ ചെന്നായ എന്നോട് പറഞ്ഞു, അള്ളാഹു എനിക്ക് കൊണ്ടുതന്ന ഒരു ഭക്ഷണം നീ എന്നിൽ നിന്ന് പിടിച്ചു മാറ്റാണോ എന്ന് ചെന്നായ മരുഭൂമിയിൽ എന്നോട് സംസാരിച്ചു. നബിയെ, ഞാൻ അത്ഭുതം കേട്ട് വരാൻ. അപ്പോ ഞാൻ പറഞ്ഞു, ഇതെന്താ സംസാരിക്കുന്ന ചെന്നായ? ടോമാഞ്ചറി സംസാരിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ കാർട്ടൂൺ ഫിഗേഴ്സ് കുട്ടികളുടെ ഐപാഡിൽ നിന്ന് സംസാരിക്കുന്ന പോലെ അല്ല, ഒറിജിനൽ ലൈവായിട്ട് സംസാരിക്കുകയാണ് ഈ മൃഗം.
ദിഇബുൻ യതകല്ലമു, ആ ജൂതൻ ചോദിച്ചു, ചെന്നായ സംസാരിക്കുക പടച്ചോനെ, ഇതെന്താണ്, ഇതെന്ത് അത്ഭുതമാണ്. അപ്പോഴാണ് ചെന്നായുടെ മറുപടി, അതഅജബു മിൻ ദാലിക്, നിനക്ക് അത്ഭുതം തോന്നുന്നുണ്ടോ? അഅജബു മിൻഹു, ഇതിനേക്കാളും ഒരു അത്ഭുതം ഞാൻ പറഞ്ഞു തരാമെന്ന് ആട്ടിടയനായ ജൂതനോട് പറഞ്ഞ ഒരു കഥ സ്വഹീഹായ ഹദീസിൽ വന്നിട്ടുണ്ട്. ആ ചെന്നായ പറഞ്ഞു, റജുലുൻ ബൈനൻ നഖ്ലതൈൻ, അല്ലെങ്കിൽ റജുലുൻ ബൈനൽ ഹർറതൈൻ, ഈത്തപ്പനകളാൽ ചുറ്റപ്പെട്ട രണ്ട് മലകൾക്കിടയിലുള്ള പ്രദേശത്ത് ഒരാൾ വന്നിട്ടുണ്ട്. ആരാണത്? മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യുഖ്ബിറു, ആ പ്രവാചകൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കർഹനായവൻ അല്ലാഹുവാണെന്ന് പറയുന്ന ഒരാൾ രണ്ട് മലകൾക്കിടയിലെ ഈത്തപ്പന തോട്ടങ്ങളുള്ള ഒരു സ്ഥലത്ത് വന്നിട്ടുണ്ട്. നീ അതൊന്ന് പോയിട്ട് കാണ്, ഞാൻ സംസാരിച്ചതല്ല അത്ഭുതം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബിതങ്ങളെ പറ്റി ആര്? ഈ ചെന്നായ പറഞ്ഞു, ഞാൻ സംസാരിച്ചതല്ല അത്ഭുതം, റസൂലുള്ളാഹി വന്നിട്ടുണ്ട്, അല്ലാഹുവിന്റെ റസൂൽ, അത് പോയി നോക്കടോ. യുഖ്ബിറു, നബിതങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്തൊക്കെ സംഭവിച്ചെന്നും എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നുണ്ടെന്നും ലോകത്തോട് പറയുന്ന ഒരു പ്രവാചകൻ ആ മദീനയിലുണ്ടോ, പോയി കാണുമെന്ന് ഷാമുകാരനായ മനുഷ്യനോട് പറഞ്ഞപ്പോ ആട്ടിൻപറ്റത്തെ കൂട്ടിലാക്കിയിട്ട് മദീനത്തേക്ക് നടന്നു വന്നതാണ്. നബിതങ്ങൾ അദ്ദേഹത്തെ പള്ളിക്ക് കൂട്ടിക്കൊണ്ടുപോയി സ്വഹാബത്തിനെ കാണിച്ചു കൊടുത്തു. സ്വഹാബികളോട് പറഞ്ഞു, കണ്ടോ, അദ്ദേഹം കണ്ടൊരു അത്ഭുതം നിങ്ങൾ കേട്ടോ, അദ്ദേഹം മുസ്ലിമാവുകയാണ്, കലിമ ചൊല്ലുകയാണ്. നബിതങ്ങൾ പറഞ്ഞു, ലാ തഖൂമുസ്സാഅ, അന്ത്യനാള് സംഭവിക്കുന്നതിന്റെ മുമ്പ് നിങ്ങൾക്ക് കാണാൻ കഴിയും, ഹത്താ തുകല്ലിമസ്സിബാഉൽ ഇൻസ, മൃഗങ്ങൾ വന്യജീവികൾ മനുഷ്യരോട് സംസാരിക്കുന്ന കാലം വരും. വയുകല്ലിമു റജുല ശിറാഖുൻ അലൈഹി, ചെരുപ്പിന്റെ വാറ് മനുഷ്യനോട് സംസാരിക്കുന്ന കാലം വരും. ഇതിപ്പോ തുടങ്ങിയെന്ന പുതിയൊരു ചെരുപ്പ് വന്നിട്ടുണ്ട്, കാലിന്റെ ഷൂവിൽ GPS വരുന്ന ഒരു സ്ട്രീറ്റ് നടന്നു പോകുമ്പോ നോക്കിയാൽ മതി റോഡ് ക്ലിയർ ആണോ അല്ലേ, മൊബൈൽ ഇങ്ങനെ പിടിച്ച് നടക്കണ്ട, ഷൂവിലേക്ക് നോക്കിയാൽ മനസ്സിലാവും. കാലിൽ ചെരുപ്പിന്റെ വാറിൽ GPS വരുന്ന ഒരു ഷൂ ഞാനത് കണ്ടു. അതിപ്പോ മാർക്കറ്റിൽ ഇനി വരാൻ, വളരെ പബ്ലിക്കായിട്ട് വരാൻ പോവുക, ഇറങ്ങിയിട്ടുണ്ട് സാധനം. ഈ ഹദീസിന്റെ പുലർച്ചെയാണ്. മനുഷ്യനോട് അവന്റെ ചെരുപ്പിന്റെ വാറ് സംസാരിക്കുന്ന കാലം വരും, മൃഗങ്ങൾ മനുഷ്യനോട് സംസാരിക്കും അന്ത്യനാളിന്റെ മുമ്പെന്ന് നബിയുനാ റസൂലുള്ളാഹ്. എന്നിട്ട് തങ്ങൾ പറഞ്ഞു, അന ഉസദ്ദിഖു ദാലിക വ അബൂബക്കറുൻ വ ഉമർ, എന്റെ അബൂബക്കറും ഉമറും ഞാനും അത് വിശ്വസിച്ചു എന്ന് നബിയുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അന്ത്യനാളിനോട് അടുക്കുമ്പോൾ മൃഗം സംസാരിക്കും. എന്തിനാ നമ്മൾ അത്ഭുതപ്പെടുന്നത്? നമ്മുടെ TV സെറ്റ് എന്ന് പറഞ്ഞ സാധനം ഇരുമ്പല്ലേ അതിന്റെ അകത്തുള്ളത്, ചെമ്പല്ലേ? ആ സാധനം റിമോട്ട് കൊണ്ട് തൊടുമ്പോഴേക്ക് ശബ്ദം വരുന്നുണ്ടല്ലോ ഇരുമ്പിൽ നിന്ന്, ചിത്രം കാണുന്നില്ലേ? ഈ സംവിധാനം ജീവനില്ലാത്ത സാധനങ്ങളിൽ നമുക്ക് അല്ലാഹു കാണിച്ചു തരിക. എന്തിനെന്നറിയോ? ഇതിലും വലിയൊരു അത്ഭുതം വരുമ്പോൾ ഞെട്ടണ്ട, ഇതിലത്ഭുതം ഇതിലും വലുത് ചെയ്യാൻ കഴിവുള്ളവനാണ് അല്ലാഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ത്യനാളിനോട് മുമ്പ് നടക്കുന്ന യുദ്ധങ്ങളിൽ ഇല്ലൽ ഗർഖദ് എന്ന വൃക്ഷമൊഴികെ, ആ വൃക്ഷമൊഴികെ എല്ലാം സംസാരിക്കും. ആ വൃക്ഷം മാത്രം ജൂതന്മാർക്ക് ഒത്താശ ചെയ്യുന്ന വൃക്ഷമാണ്. ആ ജൂതന്മാർക്കെതിരെയുള്ള യുദ്ധത്തിൽ അല്ലാഹു മുസ്ലിമീങ്ങൾക്ക്, മുഅ്മിനീങ്ങൾക്ക് വിജയം നൽകുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലാ തഖൂമുസ്സാഅ, അന്ത്യനാളിന്റെ മുമ്പ്, ഹത്താ തുഖാതിലു ഖൗറൻ വ കിർമാൻ, ഖൗറും ഖൗസൻ വ കിർമാൻ, ഖൗസും അതുപോലെ കിർമാൻ എന്ന് പറയുന്ന പ്രദേശം, നിങ്ങൾ അവിടേക്ക് ഇസ്ലാം കടന്നു ചെല്ലാതെ, അവിടേക്ക് ഒരു യുദ്ധം നടക്കാതെ അന്ത്യനാള് നടക്കുകയില്ലെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഖൗസ് കിർമാൻ എന്ന് പറഞ്ഞ സ്ഥലം, അതിന്റെ പടിഞ്ഞാറ് ഭാഗം പേർഷ്യയാണ്, അതിന്റെ നോർത്ത് ഭാഗം റഷ്യയാണ്, അതിന്റെ സൗത്ത് പേർഷ്യൻ ഗൾഫാണ്. ആ പ്രദേശം അറബികൾക്ക് മുമ്പ് അറിയപ്പെട്ടിരുന്നത് ഖൗസ് കിർമാൻ എന്നാണ്. ഇന്ന് ആ രാജ്യത്തിന്റെ പേര് ചൈന, അല്ലെങ്കിൽ റഷ്യ, ജപ്പാൻ, മംഗോളിയ, ഈ പ്രദേശങ്ങളാണ് ഖൗസ് കിർമാൻ എന്ന് നബിതങ്ങൾ പറഞ്ഞ പ്രദേശം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടേക്കും ഒരു യുദ്ധം നടക്കുമെന്ന് നബിതങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മിനൽ ആജിം, അവർ അറബി സംസാരിക്കുന്നവരല്ല എന്നൊക്കെ നബിതങ്ങൾ അവരെ പറയാൻ പോവാൻ. ഹുംറൽ വുജൂഹ്, മുഖം ചമന്നവരാണ്. ഫുസ്തൽ ഉനൂഫ്, മൂക്ക് ചപ്പിയവരാണ്. സിഗാറുൽ അയുൻ, കണ്ണ് വളരെ ചെറുതാണ്. ഒരു ഉറങ്ങാണോ കണ്ണെണീച്ചിട്ടുണ്ടോ എന്ന് വരെ അറിയില്ല, അത്ര ചെറിയ കണ്ണുകളുള്ള മനുഷ്യന്മാർ. തങ്ങൾ പറയാ, ചൈന ഭാഗത്തുള്ള ആളുകളുടെ മുഖരൂപമാണത്. കഅന്ന വുജൂഹഹുമുൽ